റെസ്റ്റോറൻറ്റുകാർക്ക് ഇപ്പോൾ ഇൻകം ടാക്സിൽ നിന്നും റിട്ടേൺ റിവൈസ് ചെയ്യാൻ പറഞ്ഞ് നോട്ടീസ് വരുന്നു. എന്താണ് കാരണം? പുതിയൊരു ന്യൂസാണ് ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിലും അതുപോലെ ബിസിനസ് സമൂഹത്തിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. AI ടൂൾ വെച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പല കാര്യങ്ങളും ഫിൽട്ടർ ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. ഈയിടെയായിട്ട് റെസ്റ്റോറൻറ്റുകളും ബേക്കറികളിലുമെല്ലാം ഇവർ ടൂൾ ഉപയോഗിച്ച് ഒരു വെരിഫിക്കേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ടേൺ ഓവർ സപ്രഷൻ വന്നിരിക്കുന്നുവെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കുകയുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ പല ടാക്സ് പേയേഴ്സിനും നോട്ടീസ് ഓൺലൈനിൽ വരുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? 2022 തുടങ്ങി കഴിഞ്ഞ 4 വർഷക്കാലം നിങ്ങളുടെ റിട്ടേൺ പരിശോധിച്ചപ്പോൾ കുറച്ച് ടേൺ ഓവർ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ടോ? അങ്ങനെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റിവൈസ് ചെയ്ത് ഈ പറഞ്ഞ മാർച്ച് 31-നകം ഫയൽ ചെയ്യാം. ഇങ്ങനെയുള്ള ന്യൂസുകളാണ് വരുന്നത്. ഇത് കേട്ടാരും പാനിക്കാവണ്ട. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കിനി സർവേ എന്നൊക്കെ പറയാം. പക്ഷേ ചുരുക്കം ചില റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും എല്ലാം ചില സന്ദർഭങ്ങളിൽ ടേൺ ഓവർ സപ്രഷൻ നടത്തുന്നുണ്ട്. കാരണം B2C ആണല്ലോ. 90% മജോറിറ്റി ബില്ലിങ്ങും B2C ആയിരിക്കും. എന്ന് പറഞ്ഞാൽ GST ഉള്ള വ്യക്തി GST ഇല്ലാത്ത വ്യക്തിക്കായിരിക്കും സെയിൽ നടത്തുന്നത്, അഥവാ ഭക്ഷണം കൊടുക്കുന്നതോ ബേക്കറിയിലെ പ്രൊഡക്റ്റ് കൊടുക്കുന്നതല്ല. അപ്പോൾ ഈ B2C വരുമ്പോൾ GSTRൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ഒരു ലിങ്കിങ് ഇല്ല. ക്ലബ് ചെയ്ത് ഒറ്റ ഫിഗർ അടിച്ചു കൊടുത്താൽ മതി B2Cയിൽ. അതുകൊണ്ട് പല റെസ്റ്റോറൻറ്റുകളും ഈ പറഞ്ഞ രീതിയിൽ ടേൺ ഓവർ കുറച്ച് കാണിക്കുന്നു എന്നുള്ള ഒരു ഒബ്സർവേഷനാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നോട്ടീസുകൾ വരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, വൃത്തിയായിട്ട് കൃത്യമായിട്ട് നമ്മൾ ടേൺ ഓവർ കാണിക്കുകയും ടാക്സ് അടച്ചു പോകുന്ന ടാക്സ് പേയേഴ്സ് ആണെങ്കിൽ ബിസിനസ്സുകാർക്ക് യാതൊരു ടെൻഷനും വേണ്ട, റിവൈസ് ചെയ്യാനും നിൽക്കേണ്ട. കൊടുത്ത ഫിഗർ തന്നെയായിരിക്കും ഫൈനലായിട്ടുള്ള ടാക്സ് ഫിഗറും അതുപോലെയുള്ള ലയബിലിറ്റിയും.